ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ മരമുന്തിരിയാണ്. ചെബോട്ടിക്കാവ. ഇത് സ്കാർലറ്റ് വെറൈറ്റിയാണ്. ഇത് ചുവട്ടിലൊക്കെ അത്യാവശ്യം നല്ല ബ്രാഞ്ചസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലെയർ ചെയ്തെടുത്ത് പുതിയ തൈ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിന് ഒത്തിരി വിലയുണ്ട്, അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഞാൻ മേടിച്ചപ്പം ഏകദേശം 2000 രൂപ ഈ തൈക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പക്ഷേ ഇത് നഷ്ടമായിട്ട് തോന്നുന്നില്ല, കാരണം ഇത്രയും കൊല്ലമായി, ഏകദേശം 5-6 കൊല്ലമായി. ഇപ്പം നന്നായിട്ട് കാപിടുത്തമുണ്ട് ഇതിന്. എനിക്ക് 3 വർഷമായപ്പോഴും കായ്ക്കാൻ തുടങ്ങിയായിരുന്നു. നമുക്ക് ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പൂക്കളൊക്കെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുന്ന പോലെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. കാരണം ഒരു ചെറിയ പൂക്കളുണ്ടാകുന്ന ഒരു ചെറിയ ചെടിയുടെ സ്പേസ് ഇതിന് ആവശ്യമുള്ളൂ. ആ സ്പേസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ 5-6 വർഷമായ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഇത് 6 വർഷമായ ചെടിയാണ്. അപ്പം നമുക്ക് ചെറിയ സ്പേസിൽ പൂക്കളൊക്കെ വളർത്തുന്ന പോലെ നല്ല പഴച്ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പൂക്കൾക്ക് പകരം അവിടെ പഴങ്ങൾ കായ്ക്കുന്നത്. കാരണം അതൊരു എന്താ പറയുക, ഈ സമയത്താണ് കൂടുതൽ കായ്കൾ ഉണ്ടാകുന്നത്. നമുക്ക് പിന്നെ അങ്ങോട്ട് ഓൾ സീസണാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുന്ന ഒരു ഡിസംബർ, ജനുവരി അതൊക്കെ കഴിഞ്ഞ് പിന്നെ കായ്കൾ കുറച്ച് കുറവാണ്. എന്നാലും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പറിച്ച് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം പൂക്കളുണ്ട്, ഇതിൻ്റെ അകത്ത് ചെറിയ കായകളുണ്ട്, അതുപോലെ വലിയ കായകളുണ്ട്, പഴുത്ത കായകളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചുമ്മാ പറിച്ചെടുത്ത് തിന്നും. കാരണം എന്ന് വെച്ചാൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പഴുത്തത് തന്നെ പെട്ടെന്ന് മൂത്ത് പഴുക്കും. ഇപ്പോൾ ഈ പച്ച നിറത്തിൽ കാണുന്ന കായകളൊക്കെ പിഞ്ചാണ്. അത് 2-3 ദിവസം കൊണ്ട് തന്നെ പഴുത്തതാവും. അപ്പം നമുക്കിത് അന്നേരത്തേനും ഈ പഴുത്തതൊക്കെ നമ്മൾ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കിതൊരു കാ പോലും വേസ്റ്റായിട്ട് കളയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ 2 ദിവസം കൂടുമ്പോൾ നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പഴുത്തതുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ പറിച്ചിങ്ങനെ എടുക്കും. ഇതിനകത്ത് ചെറിയ പച്ചപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫുൾ റെഡ് ആകണമെന്നൊന്നുമില്ല. ഈ ചെറിയ പച്ചപ്പുള്ളതും ചുമന്ന നിറം തുടങ്ങിയാൽ തന്നെ അത് മൂത്തതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, മുന്തിരിങ്ങ പോലെ തന്നെ. പിന്നെ കുരുവുണ്ട്. വലിയ മുഴുത്ത കായൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഫ്ലഷ് ഉണ്ടാവും. അതിൻ്റെ തൊലിക്ക് ചെറിയ ചവർപ്പുണ്ട്, അത് വിഷയമില്ല. നമ്മളെ മുന്തിരിങ്ങ പോലെ തന്നെ അകത്ത് ആ ഫ്ലഷ് നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരം, നല്ല രുചിയാണ്, അത് കഴിക്കാം. കുരു വലുതും കാ ചെറുതുമൊക്കെ ആണെങ്കിൽ നമുക്കത് കഴിക്കാനുള്ള കണ്ടന്റ് കാണത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഇത്ര എണ്ണം കിട്ടുന്നതുകൊണ്ടേ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്, പച്ചയായിട്ടൊക്കെ കിടപ്പുണ്ട്. ഞാൻ മേടിച്ചപ്പോഴത്തെ അത്രയും വിലയൊന്നും ഇപ്പോഴില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും.